വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ആ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവും നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി വരാൻ ദൈവം സഹായിക്കുന്നു. ഒരു ദിവസം 7-8 പ്രാവശ്യം ജീസസ് വോയിസ് വചനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. നമ്മൾ ഒന്നിച്ച് ആദ്യം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം. അവർക്ക് ദൈവം കൊടുത്ത സാമ്പത്തിക വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ അനുഗ്രഹം അവരോട് കൂടെ ഇരിക്കണമേ. കർത്താവ് അവരെ സഹായിക്കണേ. കർത്താവ് വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ദൈവകരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വചനം നിങ്ങളോടൊന്ന് സംസാരിക്കും. ദൈവവചനം ശ്രദ്ധിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. കർത്താവിന് സ്തോത്രം. പ്രവാചകനോട് ദൈവം സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകും. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ കഴിയും. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു രോഗം പിടിച്ചിരിക്കുകയാണ്. അത് മരണതുല്യമായ രോഗമാണ്. പ്രവാചകനായ യെശയ്യാവിൽ കൂടെ കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോകും. ഈ ദൈവത്തിൻ്റെ ദൂത് ഹിസ്കിയ രാജാവിനോട് യെശയ്യാവ് പ്രവചിച്ചിട്ട് ഹിസ്കിയ രാജാവിൻ്റെ കൊട്ടാരം വിട്ട് യെശയ്യാ പ്രവാചകൻ യാത്ര ചെയ്ത് നടുമുറ്റത്തെത്തിയപ്പോൾ ദൈവം അവനോട് പറയുന്നൊരു സന്ദേശമാണ്, നീ പ്രവചിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തുന്നതിനുള്ളിൽ ഹിസ്കിയാവ് ഒരു കരച്ചിൽ കർത്താവിൻ്റെ അടുക്കൽ കരഞ്ഞു. ഇന്ന് കണ്ണുനീര് എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും എന്ന് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിനോട് അരുളപ്പാട് പറയാൻ ദൈവം അയക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം, സ്വർഗത്തിലെ ദൈവം കണ്ണുനീരിൻ്റെ മുൻപിൽ വഴിമാറിപ്പോകുന്നൊരു ദൈവമല്ല. പഴയ നിയമ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ വിജയം അവരുടെ സമ്പത്തല്ല, അവരുടെ വേഷഭൂഷാദികളല്ല, അവരുടെ കണ്ണുനീരാണ്. ഈ തലമുറയിൽ ഇല്ലാത്ത ഒന്നാണ് കണ്ണുനീര്. കണ്ണുനീര് ദൈവസന്നിധിയിൽ ആരൊഴുക്കുന്നുണ്ടോ നിശ്ചയമായും അവരുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. പിതാക്കന്മാർക്കൊന്നുമില്ലായ്മയുടെ കാലത്ത് കപ്പയുടെയും ചക്കയുടെയും യുഗത്തിൽ രാവിലെ തൊട്ട് രാത്രി വരെ മുഴങ്കാൽ മടക്കിയിരുന്ന മണിക്കൂറുകൾ കരയുന്ന പിതാക്കന്മാരുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ മണിക്കൂറുകൾ ദൈവസന്നിധി കരയുന്നവരായിരുന്നു. നമുക്കിപ്പോൾ ആഹാരത്തിന് കുഴപ്പമില്ല, വീടിന് കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല, വിദ്യാഭ്യാസത്തിന് കുഴപ്പമില്ല. അപ്പം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒന്നാണ് കണ്ണുനീരിൻ്റെ പ്രാർത്ഥന. നിങ്ങൾ എത്ര വലിയ വ്യക്തിയായാലും കണ്ണുനീര് നിങ്ങളിൽ നിന്ന് മാറിപ്പോകരുത്. പേടിച്ചിട്ട് കരയുമല്ല, സ്നേഹിച്ചിട്ട് കരയണം. എങ്ങനെയാ സ്നേഹിച്ച് കരയുന്നത്? കർത്താവ് ഇതുവരെ നടത്തിയ വിധങ്ങൾ നീ ഒന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ ഓർത്താൽ തന്നെ കണ്ണു നിറയും. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ
നിന്നെ ദൈവം നടത്തിയിട്ടുള്ളത്? അത് നീ ഓർക്കാറുണ്ടോ ഒരിക്കലെങ്കിലും? മറ്റുള്ളവരുടെ അധംപതനത്തിൽ കൈയടിക്കുമ്പം, മറ്റുള്ളവരെ വിമർശിക്കുമ്പം കൂട്ടുനിൽക്കുമ്പം, സ്തോത്രം, ഒക്കെ നീ ചിന്തിക്കാറുണ്ടോ നിന്നെ ദൈവം നടത്തിയ വിധങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്? പ്രിയരെ, സ്നേഹത്തോട് ഓർപ്പിക്കാം, നിങ്ങൾ എത്ര വലിയ ആളായാലും, കോടീശ്വരനായാലും, മക്കളെല്ലാം 4 രാജ്യത്ത് പാർത്താലും, ദൈവസന്നിധി കണ്ണുനീര് കുറയാതിരുന്നാൽ അതൊരു ഭയങ്കര അനുഗ്രഹം തന്നെ. ചില കുഞ്ഞുങ്ങളോട് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കാം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. സ്തോത്രം. കുറിച്ച് സുവിശേഷകന്മാരൊക്കെ വിവാഹം കഴിക്കാൻ സമയമാകുമ്പം എന്നോട് ചോദിച്ചുകൊണ്ട്, അനി ബ്രദറെ, ഇച്ചിരി സാമ്പത്തികമുള്ള ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുവാന്നേ നമ്മുടെ ഈ സുവിശേഷ വില കഷ്ടപ്പാടൊക്കെ മാറി അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഞാൻ അവരോട് പറയുന്നൊരു സന്ദേശമുണ്ട്, പൈസയുള്ള വീട്ടിൽ നിന്നല്ല കെട്ടേണ്ടത്, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം. കാരണം പണത്തെക്കാട്ടിൽ വലുതാ പ്രയർ, അതും കണ്ണുനീരോടെ പ്രാർത്ഥന. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരാറുണ്ടോ? ഇനി ഞാനൊരു കാര്യം കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കാം, ഒരിക്കലും മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ കരയരുത്. ചിലൊക്കെ ഫോൺ വിളിക്കുമ്പം ആദ്യം അങ്ങ് ഭയങ്കര കരച്ചില്ല, അനി ബ്രദറെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറയും, കുറച്ചു നേരം കരഞ്ഞിട്ട് വിളിച്ചാട്ടെ. കാരണം എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും ഒന്നിച്ച് കരയേണ്ടത് കർത്താവിൻ്റെ അടുക്കലാണ്. ഇനി ഒന്നുകൂടെ കയറി പറയാം, എപ്പോഴും ഓർക്കണം, സ്നേഹിച്ചിട്ടേ കരയാവൂ. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഹല്ലേലൂയ പേടിച്ചിട്ട് കരയരുത്. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. നാം ഈ നവംബർ മാസം 20, 21, 22 ദിവസങ്ങളിൽ 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോകുകയാണ്. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. എങ്ങനെ ദൈവമഹത്വം നമുക്ക് പ്രാപിക്കാം, എങ്ങനെ ദൈവമഹത്വത്തിൽ നിറഞ്ഞ് മുന്നോട്ട് പോകാം, എങ്ങനെ ദൈവമഹത്വത്തിൽ നിലനിൽക്കാം. തെസ്സലോനിക്കയിലെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, അസാധ്യതകളുടെ മേൽ വെളിപ്പെടുന്ന ദൈവ തേജസ്സിനെ കുറിച്ച്, ദൈവമഹത്വത്തെക്കുറിച്ചാണ് 3 ദിവസം നാം ധ്യാനിക്കാൻ പോകുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും രാവിലെയും വൈകിട്ടുമായി എല്ലാ ദിവസവും 2-3 സെക്ഷനുകൾ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. കാത്തിരിക്കാം, കാണാം. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് കൈമാറുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വലിയവ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. ഇനി ഞാൻ ബൈബിളിലെ എല്ലാ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരാൻ പോവാം. ബൈബിളിൽ ആരെല്ലാം ദൈവത്തിൻ്റെ അടുക്ക കരഞ്ഞിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല, പ്രശ്നം വരുമ്പം പോയിരുന്ന് കരയേണ്ട കാര്യമല്ല. എല്ലാ ദിവസവും നിൻ്റെ പ്രാർത്ഥനാ സമയം, നിൻ്റെ സത്യത്തിൽ നമ്മുടെ പ്രയർ ഹോൾ, പ്രാർത്ഥനാ മുറി, എപ്പോഴും ഒരു പേഴ്സണൽ പ്രയർ നമുക്കുണ്ടാകണം. ഭാര്യയില്ലാത്ത, കുഞ്ഞുങ്ങളില്ലാത്ത, ആരുമില്ലാത്ത ഒരു പേഴ്സണൽ പ്രയർ. ആ പ്രയറിലാണ് കർത്താവിനോട് കരയേണ്ടി. നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ നിങ്ങളൊരു ഗ്രഹനാഥനാണ്, ഈ ലോക്ക്ഡൗൺ ടൈമാണ്, ഒത്തിരി ആവശ്യങ്ങൾ നിങ്ങൾ കാണും. നമ്മുടെ എല്ലാ ആവശ്യവും നമ്മുടെ ഭാര്യയോട് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ നമുക്കിത് പോയിരുന്ന് കരുണയോടെ ദൈവസന്നിധി പറയാം. പറഞ്ഞാൽ വ്യക്തതയുള്ള പരിഹാരം ദൈവം തരും. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ കോളേജ് വലിയ പ്രശ്നം വരുമ്പം കരണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മുടങ്ങാത്തൊരു പ്രയർ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇവിടെ നിങ്ങൾ ഈ ഭാഗം വായിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം പല പ്രാവശ്യം. പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിക്കുക, നിങ്ങൾ ഈ 10 വാക്യം നന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിക്കണം. അതിനകത്തും നിങ്ങളോട് സംസാരിക്കുന്നൊരു ദൂതുണ്ട്.
മരണതുല്യമായ രോഗം കാർന്നു പിടിച്ച ഒരു മനുഷ്യൻ്റെ ഒരു കണ്ണുനീര്, സ്തോത്രം, അവനെ സൗഖ്യത്തിലേക്ക് നടത്തി ഒടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞവൻ ആലയത്തിലേക്ക് നടന്നു നീങ്ങുന്ന സമയം വരെ സ്വർഗം മേളിൽ നിന്ന് ഇറക്കി കൊടുത്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിച്ചാലും അതിൻ്റെ പിൻപിൽ കണ്ണുനീരാ. ബൈബിളിൽ കണ്ണുനീരൊഴുക്കിയ 2-3 സംഭവങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ സങ്കീർത്തനത്തിൽ ഒരു ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, സ്തോത്രം. ഞാൻ അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ടൊന്ന് കൊണ്ടുവരുന്നിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം നിങ്ങൾക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നൊരു ഭാഗമുണ്ട്, സ്തോത്രം. 56-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യം, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ. നിങ്ങളുടെ തുവാലയിൽ നിങ്ങൾ ഒപ്പിയെടുത്ത കണ്ണുനീര്, നിങ്ങളുടെ ബെഡിലെ പില്ലോയിൽ വീണ കണ്ണുനീര്, നിങ്ങളുടെ പ്രാർത്ഥന, അങ്ങനെയൊക്കെ കണ്ണുനീര് വീഴാറുണ്ടോ? ആരെയോ ബോധിപ്പിക്കാൻ ഒരു പ്രാർത്ഥന, തട്ടിക്കൂട്ട് പ്രാർത്ഥന നടത്തിയിട്ട് പോയിക്കൊണ്ട് ഉറവാണോ? അല്ല. പേഴ്സണൽ പ്രയറിന് വേണ്ടി നിങ്ങൾ എത്രയോ സമയം ഫേസ്ബുക്കിൽ സമയം കളയുന്നു, ടി വിയുടെ മുമ്പിൽ സമയം കളയുന്നു. ഒരു 10 മിനിറ്റ് സമയം പേഴ്സണലായിട്ട് കർത്താവുമായിട്ടൊന്ന് സംസാരിക്കാൻ ഒരു ടൈം നിങ്ങൾ എടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളത് എടുക്കണം. ഇന്നലെ വരെ നടന്നില്ല, ഇന്ന് തൊട്ട് തീരുമാനിക്കണം, ഞാൻ ബെഡേ പോകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്സ് ഏറ്റവും കുറഞ്ഞ കർത്താവിനോട് ഞാനൊന്ന് പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ. ഇരമ്യാ പറയുന്നൊരു ഭാഗമുണ്ട്, കരയാൻ എൻ്റെ തലയെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാനാണ് ഇരമ്യാ പ്രാർത്ഥിക്കുന്നത്. കരയാൻ എൻ്റെ തലയെ. നിങ്ങൾക്കറിയാം, ഒരു വിഷയത്തിന് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്തൊരു റിലീഫാണ് നമുക്കെന്നറിയാം. നമ്മുടെ തലേന്നൊരു ചുമടിറങ്ങിപ്പോയ പോലെ കരയാൻ ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പം ചെല്ലു ചോദിക്കുക, എനിക്ക് എന്നും കരച്ചിലേ ഉള്ളൂ. മനുഷ്യൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ എന്നും കരച്ചിലേ ഉള്ളൂ. മനുഷ്യരുടെ മുമ്പിൽ നീ കരയരുത്. നമ്മുടെ ഒരാവശ്യവും, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഒരാവശ്യവും മനുഷ്യനോട് പറയരുത്. നിങ്ങളുടെ ഒരാവശ്യവും ആരോടും പറയരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ണുനീരോടെ ദൈവത്തോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ തക്ക സമയത്ത് നീ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ നിനക്ക് വിടുതല കൊണ്ടുതരും. ഇന്നത്തെ മെസ്സേജ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കരയാൻ ലഭിക്കുന്നത് തന്നെ ഒരു കൃപയാണ്. കർത്താവിൻ്റെ അടുക്കൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവം കൃപ തരട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. അപ്പം നിൻ്റെ കണ്ണുനീര്, അപ്പം തുവാലയിൽ ഒപ്പിയ കണ്ണുനീര്, പില്ലോയിൽ ഒഴുക്കിയ കണ്ണുനീര്, ബെഡിൽ വീണ കണ്ണുനീര്, ഈ കണ്ണുനീരൊന്നും അവിടം കൊണ്ട് നിൽക്കുകയല്ലെന്നാണ് ബൈബിൾ പറയുന്നു. അത് ദൈവത്തിൻ്റെ തുരുത്തിയിൽ ദൈവം സൂക്ഷിക്കും. കേട്ടോ, എത്ര നല്ല കർത്താവാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ എപ്പോഴും ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് കർത്താവ്? നോ, അല്ല. കണ്ണുനീര്, ഇപ്പം നിങ്ങളുടെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന എപ്പോഴാണ്? അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ്. ക്ഷമിക്കാനുള്ള കൃപ കിട്ടുന്ന എപ്പോഴാണ്? കരയുമ്പോഴാണ്. ഭയങ്കര ഒരു പ്രശ്നം രാവിലെ നടന്നു, അവനോട് ഭയങ്കര വാശിയും കൊണ്ടായി. നിങ്ങളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എഴുന്നേക്കും ആ വാശി കാണുകയല്ല. ഭയങ്കര ദേഷ്യം ഉണ്ടായി, പക്ഷെ പ്രാർത്ഥിക്കാണ്ടിരുന്നു. അവന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ആ ദേഷ്യം ഭയങ്കര പ്രശ്നം ഉണ്ടായ വിഷയത്തിലും ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റാൽ ഭയങ്കര റിലീഫാണ്. നിങ്ങളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഹല്ലേലൂയ. അപ്പോൾ ചെറിയ ചോദിക്കും, ബ്രദറെ, ഈ യുഗത്തിൽ കരയുന്നവരില്ല. നമുക്ക് ബൈബിളിലോട്ട് വരാം. ഹല്ലേലൂയ. ഈ 126-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, 126-ാം സങ്കീർത്തനം 5-ാം വാക്യം ശ്രദ്ധിക്കുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, കണ്ണുനീരോടെ നീ വിതച്ചാൽ നിനക്ക് ആർപ്പോടെ കൊയ്യാൻ പറ്റും. അപ്പോൾ ഒരു വിതയുണ്ടേൽ ഒരു കൊയ്ത്തുണ്ട്. അപ്പോൾ ഒരു കൊയ്ത്ത് വേണമെങ്കിൽ ഒരു വിത വേണം. സ്തോത്രം. ദൈവം നിനക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തരുമ്പോൾ നീ പറഞ്ഞു നോക്കോ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്തുമാത്രം കണ്ണുനീരൊരുക്കിയ വിഷയത്തിനാണ് ഇന്ന് കർത്താവ്. ഈ ചിലർക്ക് ഈ കൊയ്ത്ത് മാത്രം കാണുമ്പോൾ അസൂയ ഉണ്ടാവും. അയ്യോ, ഇവൻ്റെയൊക്കെ കണ്ടില്ലേ, ഇവൻ്റെയൊക്കെ ഒരു കൊയ്ത്ത്, ഇവനൊക്കെ എന്നാ പോക്കാക്കുമെന്ന്. എൻ്റെ പൊന്നു ബ്രദറെ, നീ അറിയാത്തൊരു വ്യത ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊയ്ത്ത് വരുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. കാരണം വിതയ്ക്കുമ്പം നിങ്ങളെല്ലാം ഉറങ്ങുമായിരുന്നു.
സ്നേഹിത, എല്ലാവരും ഉറങ്ങുമ്പം അർദ്ധരാത്രിയിൽ കണ്ണുനീര് വിതയ്ക്കാൻ നീ തയ്യാറായാൽ പരസ്യമായി മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കവണ്ണം നിനക്കൊരു കൊയ്ത്തൊരുക്കുന്നവനാ സർവശക്തനായ ദൈവം. ഞാൻ ഈ വചന വെളിപ്പാടിലേക്ക് വരാം. ബൈബിളിൽ ആരൊക്കെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവം പ്രത്യക്ഷമായ വിടുതൽ കൊടുത്ത 1-2 ചരിത്രത്തെ ഒന്ന് തൊടാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, ആരൊക്കെ നിന്നെ തള്ളിയാലും നിന്റെ കണ്ണുനീര് ദൈവം തള്ളിക്കളയത്തില്ല. ഒരു വാക്യം നിങ്ങൾ ഹൃദയത്തിലോട്ട് ഞാനത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അതിന് ആധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. നമുക്ക് വായിക്കാം. കരയുന്ന ഒരു ഭാഗമാണ്. അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. നിങ്ങൾക്ക് ഇതാരാന്നൊക്കെ അറിയാം. ഹാഗറിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, മരണം കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉറക്ക കരഞ്ഞു. ഇവിടെ കണ്ണുനീരാരും ശ്രദ്ധിക്കാനില്ല. നിങ്ങൾക്ക് അതിന് മേളത്തെ വാക്യത്തിലൊക്കെ കാണാൻ കഴിയും. ഒരായുസിൻ്റെ നല്ല ഭാഗം അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഒരു നല്ല പദവി അലങ്കരിച്ച് അബ്രഹാം വീട്ടിൽ നിന്ന് ഇവളെ ഇറക്കി വിടുമ്പോൾ അബ്രഹാം കൊടുത്തത്, സ്തോത്രം, ഒരു തുരുത്തി വെള്ളവും അടയുമാണ്. അവിടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒരു തുരുത്തി വെള്ളം. ഒരു സന്ദേശം കൂടെ പറയാം. മനുഷ്യരാരും നിങ്ങൾക്ക് തന്നാലും, സ്തോത്രം, അളന്നേ തരും. പക്ഷെ ദൈവം തന്നാൽ അളക്കാതെ തരും. ഞാൻ ബൈബിളിലോട്ട് വരാം. ആരെങ്കിലും മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് നീ വചനം കേൾക്കുന്നതെങ്കിൽ ആ പ്രതീക്ഷ ക്യാൻസൽ ചെയ്യണം. നിന്നെ ആര് സഹായിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവം ചിലപ്പോൾ വ്യക്തികളിലൂടെ ആയിരിക്കും നിന്നെ നടത്താൻ പോകുന്നത്. പക്ഷെ ആരിൽ കൂടെ എങ്ങനെയെന്നൊക്കെ തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ ഇച്ചിരി മനസ്സിലാക്കണം നിങ്ങൾ. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുക, സ്തോത്രം, നിങ്ങളുടെ ഒരാവശ്യവും മനുഷ്യനോട് പറയരുത്. അവർ തന്നാൽ അളവുണ്ട്, എന്നാൽ ദൈവം തന്നാൽ അളവില്ല. ഞാൻ ആ ബൈബിളിൽ കൂടെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്നുകൊണ്ട് ഒരു ആത്മീക ദൂത് പറയാം. 15-ാമത്തെ വാക്യം. തുരുത്തിയിലെ വെള്ളം ചെലമായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഉറക്ക കരഞ്ഞു. എതിരെ ഇരുന്ന് കരയുക എന്ന് പറഞ്ഞാൽ അവിടെ മുമ്പിൽ കാണാൻ പോകുന്നത് മരണകരമായ ഒരു സംഭവമാണ്. എനിക്ക് കാണാൻ വയ്യ കർത്താവേ എന്ന് പറഞ്ഞവൾ വാവിട്ട് കരയുക. ഇവിടെ ഞാനൊരു സന്ദേശം പറയാം. നിന്റെ കുടുംബത്തിൽ നിനക്ക് കാണാൻ വയ്യാത്ത സിറ്റുവേഷൻ വെളിപ്പെട്ട് വരുമ്പം ഏക മറുവഴി കണ്ണുനീര. നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ ഏതു ലെവലിൽ കൂടെ മാറ്റിയെടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആരും നിന്നെ എവിടെ പിഴുതെറിഞ്ഞാലും അവിടുന്ന് നീ പൊങ്ങി വരും. കാരണം നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്റെ വില നിനക്കറിയത്തില്ല. ബൈബിളിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ. അതും കണ്ണുനീരോടുകൂടെ ഉള്ള പ്രാർത്ഥന. ഇവിടെ അവക്കറിയാം ഒരു മരണം ഇപ്പോൾ കൺമുമ്പിൽ നടക്കാൻ പോവുക. കാരണം മരണശ്വാസം ആ കുഞ്ഞ് വലിക്കുക. കുഞ്ഞിൻ്റെ ചുണ്ട് നനയ്ക്കാൻ ഒരിറ്റ് വെള്ളം കയ്യിലില്ല. ജീസസ്. പൈതലിൻ്റെ മരണം കാണാൻ വയ്യാതെ ഉറക്കെ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളില്ലാത്തടത്ത് നിന്ന് കരയുന്ന ഒരു ഹാഗർ. ഇവിടെ ഞാനൊരു കാര്യം പറയാം. 2 കരച്ചിൽ അവിടെ കേൾക്കാം. ഒന്ന്, അമ്മയുടെ കരച്ചിൽ
മരണം കാണാൻ വയ്യാന്നുള്ള കരച്ചിൽ, കുഞ്ഞിൻ്റെ കരച്ചിൽ, വെള്ളം തായെന്നുള്ള കരച്ചിൽ. ബൈബിൾ പഠിക്കണം. ആരുടെ കരച്ചിൽ ദൈവം കേട്ടു? പൈതലിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു. ഞാൻ ബൈബിളിലേക്ക് വരാൻ പോവുക, ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. 17-ാം വാക്യം, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. പദം പറഞ്ഞ് കരഞ്ഞവിടെ നിലവിളി കേട്ടില്ല. വെള്ളം താ, വെള്ളം താ എന്ന് കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വർഗം കേട്ടു. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആത്മീക ദൂതുണ്ട്. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ കരയുമ്പോൾ തന്നെ അറിയുന്ന നല്ല കർത്താവ് ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോഴും നിങ്ങളുടെ ചാരയുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതൊക്കെ വഴി അടഞ്ഞാലും നിനക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിവുള്ള ആ നല്ല കർത്താവിൻ്റെ അടുക്കൽ കരയാൻ തയ്യാറായാൽ താമസിയാതെ നിനക്കൊരാർപ്പിൻ്റെ കൊയ്ത്തുതയോ ഒരുക്കി തരും. അവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗരെ വിളിച്ചു അവളോട്, ഹാഗരെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. നീ എന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ നീറോ ചെന്നു, തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. അബ്രഹാം കൊടുത്തപ്പം ഒരു തുരുത്തി വെള്ളമാണ് കൊടുത്തത്. ദൈവം കൊടുത്തപ്പം വയറ് നിറച്ചും കൊടുത്തു, തുരുത്തി നിറച്ചും കൊടുത്തു. ഇന്നും വറ്റാത്ത ഉറവയായി ആ ഉറവ തുറന്നു കിടക്കുക. എന്താ മനസ്സിലാക്കണ്ടേ? കണ്ണുനീരിൻ്റെ മുമ്പിൽ തുറക്കുന്ന ഉറവ അങ്ങനെ അടയുകയില്ല. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ തുറക്കുന്ന ഉറവ അടയുകയില്ല. ചില പറയത്തില്ലേ, പ്രാർത്ഥിച്ചു തുറന്ന വഴിയാ, അത് അടയുകയില്ല കുഞ്ഞെ. പ്രാർത്ഥിച്ചു വെളിപ്പെട്ട നന്മയാ, അത് ഒടുങ്ങുകയില്ല കുഞ്ഞെ. വിശ്വസിക്ക്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടെ വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ നിനക്ക് ദൈവം ഉറവകൾ തുറന്നു തരട്ടെ. അത് വിശ്വാസ കണ്ണാൽ കാണുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഊഷര മരുഭൂമി പോലെ ജീവിതത്തിൻ്റെ യാത്രകളിലെ മരുഭൂമിയിൽ വല്ലാത്ത ദാഹം നിന്റെ ജീവിതത്തെ തളർത്തിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിയില് ചിന്തിക്കാത്ത നേരത്ത്, നനയാത്ത നാഴികയിൽ നിനക്ക് വേണ്ടി ഉറവ തുറന്നു തന്ന് നിന്നെ മാനിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാ വചനം വെളിപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വീട്ടിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. ദൈവം എനിക്കൊരു വിടുതൽ തരണം. എനിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതാണ്. യൂട്രസോടെ റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 31 വയസ്സേ ആയുള്ളൂ. ഞാൻ വളരെയധികം ഭാരത്തോടെ വിഷമിച്ചാണ് വന്നത്. അപ്പോൾ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറവായതുകൊണ്ട് അവർ സർജറി നീട്ടി വച്ചിരുന്നതാണ്. എനിക്ക് വളരെയധികം ബ്ലീഡിംഗ് ഒക്കെ ആയിരുന്നു. തീരെ എണിച്ച് നിൽക്കാൻ വയ്യാത്ത ആവശ്യതയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. 2 ബോട്ടിൽ ബ്ലഡ് അടച്ചായിരുന്നു. എന്നിട്ടും HB കൂടിയിട്ടില്ല. അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മെഡിക്കൽ കോളേജിൽ പോയിട്ടും തിരിച്ചു വന്നു. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തോ അത്ഭുതം ചെയ്യുമെന്ന്. എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കിയതിന് എൻ്റെ ദൈവത്തിന് 100 നന്ദി. മനപ്രയാസത്തിന് നിനക്ക് പരിഹാരമായോ? ആയോ? ഇപ്പൊ മഴയുടെ പാടയിലും ഉണ്ടോ അവിടെ? ഇല്ല, ഒരു പാട് പോലും അവിടെ ഇല്ല. ഒരു തേങ്ങയുടെ വലിപ്പത്തിന് 7 വർഷം ചുമന്ന മഴ തിരുവനന്തപുരത്തെ പാണക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്ന ജീസസ് വോയിസിന്റെ ആരാധനയിൽ യേശു ഇറങ്ങി തൊട്ടു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഒരു ആത്മപ്രേരണ. നിങ്ങൾ രോഗമുള്ള ഭാഗത്തോട്ട് നിങ്ങളുടെ കരവത് വെച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നിങ്ങളുടെ കരത്തിലോട്ട് ആ പ്രശ്നത്തെ നിങ്ങളൊന്ന് എടുത്തു പിടിച്ച ജപ്തിയുടെ പേപ്പറോ എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങൾക്കുണ്ട്, സ്റ്റക്കായി കിടക്കുന്ന വിഷയം, നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശ്വാസത്താൽ രോഗസൗഖ്യത്തിനായി കരം വെച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അദൃശ്യ കരം അവരോട് കൂടെ ഇരിക്കണമേ. നിൻ്റെ നാമത്തിൻ്റെ കൊടി അവരുടെ മേലെ ഉയർത്തണമേ. പ്രതിസന്ധികളെ എടുത്തു മാറ്റണേ. കർത്താവിൻ്റെ നീതിയുള്ള കരം അവിടുന്ന് നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൻ്റെ കൊടി ഉയരണം. കർത്താവെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ജപ്തികൾ മാറിപ്പോകട്ടെ, ഭൂത ഉപദ്രവങ്ങൾ മാറിപ്പോകട്ടെ. നിൻ്റെ നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് ഞങ്ങൾ സൗഖ്യമാക്കുന്നു.
കർത്താവിൻ്റെ കാര്യം തുടരണം. നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങളുടെ ദശാംശം ഈ ശുശ്രൂഷയ്ക്കായി അയച്ചു തരാം. ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് നേരിട്ട് വന്ന് കാണാം. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. ആമേൻ, ആമേൻ, ആമേൻ.